ജോമോൻ പുത്തൻപുരയ്ക്കൽ, ഒരു വർഷം മുൻപാണെന്ന് തോന്നുന്നു നമ്മൾ എറണാകുളത്തു നിന്ന് തീവണ്ടിയിൽ തിരുവനന്തപുരം വരെ നമ്മൾ തമ്മിൽ സംസാരിച്ചിരുന്നു ഈ അഭയ കേസിനെ കുറിച്ച്. അങ്ങ് എറണാകുളം മുതൽ തിരുവനന്തപുരം വരെ വാദോരാതെ ഈ അഭയ കേസിന്റെ നാൾ വഴികളെക്കുറിച്ച്, അങ്ങേക്ക് നേരിട്ട ബുദ്ധിമുട്ടുകളെക്കുറിച്ചൊക്കെയാണ് അവിടുന്ന് ഇവിടം വരെ 10 മിനിറ്റ് പോലും ഇടവേളയില്ലാതെ പറഞ്ഞുകൊണ്ടിരുന്നത്. അതിനുശേഷവും ഈ കേസിന്റെ ഓരോ തുടർചലനങ്ങളെക്കുറിച്ച് മാധ്യമപ്രവർത്തകർക്കും അല്ലാതെയും അങ്ങയുടെ ഫേസ്ബുക്കിലുമൊക്കെ ഓരോ ദിവസം എന്നോണം അങ്ങ് അപ്ഡേറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. അങ്ങയുടെ 28 വർഷത്തെ ജീവിതം അതാണിപ്പോൾ ഒരു പൂർണ്ണതയിൽ അങ്ങയുടെ ദൗത്യം പൂർത്തീകരിച്ച് നിൽക്കുന്നത്. ഇനി എന്താണ് എന്ന ആലോചന നടത്തിയിട്ടുണ്ടോ ശ്രീ ജോമോൻ പുത്തൻപുരയ്ക്കൽ? ആഷ്മി, എൻ്റെ ജീവിത അഭിലാഷം ഇന്നുകൊണ്ടാണ് പൂർണ്ണമായും പൂർത്തിയായത്, ഇന്നത്തെ വിധി കൊണ്ട്. ഇനി എൻ്റെ ജീവിതത്തിൽ ഒരാഗ്രഹവും ബാക്കി നിൽക്കുന്നില്ല. അപ്പം നാളെയോ ഇന്നോ എന്ത് സംഭവിച്ചാലും എനിക്ക് സന്തോഷം. എനിക്കെന്ത് സംഭവിച്ചാലും ഇന്നത്തെ ഒരു ദിവസം വരെയാണ് എനിക്ക് പ്രധാനമായ ലക്ഷ്യം. പക്ഷേ ഈ കേസിലെ നിയമ പോരാട്ടം നീ ചോദിച്ച പോലെ തന്നെ പ്രതികൾ ഹൈക്കോടതിയിൽ അപ്പീൽ കൊടുക്കും. CBIയോടൊപ്പം തന്നെ നിന്ന് ഈ CBI കോടതിയിൽ ഇന്നത്തെ വിധി ശരിവെക്കുന്നതിന് വേണ്ടി പ്രതികളുടെ അപ്പീൽ ഹൈക്കോടതി തള്ളുന്നതിന് വേണ്ടി ആ അപ്പീൽ സുപ്രീം കോടതി വരെ പ്രതികൾ കൊടുക്കുന്ന അപ്പീൽ തള്ളിക്കൊണ്ട് CBI കോടതി വിധി ശരിവെപ്പിക്കാൻ വേണ്ടി പ്രോസിക്യൂഷൻ്റെ ഭാഗമായിട്ടുള്ള കേസിലെ വാദി എന്ന നിലയിൽ ഞാൻ നിയമപോരാട്ടം എൻ്റെ തുടരും. കാരണം ഇത് കൃത്യമായി നിന്നാലേ കരയുന്ന കുഞ്ഞിനല്ലേ പാല് കിട്ടുള്ളൂ. അപ്പം നമ്മൾ കൂടെ നിന്നില്ലെങ്കിൽ മറ്റുള്ളവർക്ക് ഓരോ ഉദ്യോഗസ്ഥർ പുതിയ വരുമ്പം ഇപ്പം CBI കോടതിയിൽ വാദിച്ച പ്രോസിക്യൂട്ടറല്ലോ ഹൈക്കോടതി വാദിക്കുന്നത്. അപ്പം ആളൊന്നെ തുടങ്ങി പഠിക്കണമല്ലോ. അങ്ങനെ പല കാര്യങ്ങളുണ്ടല്ലോ. അപ്പോൾ അതിനുവേണ്ടി ശരിക്കും നിൽക്കും. ഇപ്പം ഇച്ചിരി മുമ്പ് ചോദിച്ച അടയ്ക്കാരാജുവിൻ്റെ മൊഴിയെക്കുറിച്ചും ഒന്ന് പറയാതിരിക്കാൻ നിവൃത്തിയില്ല. ഇവിടെ അന്ന് മൊഴിയെടുത്ത അബ്ദുൾ അസീദ് അവിടെ ഇരിപ്പുണ്ടല്ലോ. ആ CBI എടുത്ത മൊഴിയിൽ അടയ്ക്കാരാജു ഈ പറയുന്ന ഗവൺമെൻറ്റിൽ ഈ പ്രതികളെ അഭയ കൊല്ലപ്പെട്ട ദിവസം 92 മാർച്ച് 27 കണ്ടു എന്ന് എഴുതിയിട്ടേയില്ല. പിന്നെ എന്ത് സംഭവിച്ചു? അടയ്ക്കാരാജു CBI കോടതിയിൽ കൊടുത്ത മൊഴി അഭയ കൊല്ലപ്പെട്ട ദിവസമാണ് ഇവരെ കണ്ടതെന്ന് കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാണ് ആ രീതിയിൽ ഈ പ്രതികൾ കോടതിയിൽ നിന്ന് വിട്ടുപോകാതെ ശിക്ഷ കിട്ടാനിടയായി. അപ്പോൾ അതുകൊണ്ട് രണ്ടാം പ്രതി ജോസ് പുത്രയ്ക്ക് വിചാരണ ചെയ്യാതെ തന്നെ അഭയ കൊല്ലപ്പെടുന്നതിന് മരിക്കുന്നതിന് കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് മതിൽ ചാടി വന്നു. ഗവൺമെൻറ് രാത്രി 11 മണിക്ക് പോയെന്ന് മൊഴി വീണ്ടും അതിന് ശേഷം കുറച്ച് ദിവസം കഴിഞ്ഞ് അതേ ആൾ തന്നെ രണ്ടാം പ്രതി പുത്രക്ക വന്നുവെന്ന് എഴുതിയിട്ടുണ്ടെങ്കിൽ അഭയം മരിച്ച ദിവസം എന്ന് എഴുതാത്തതിൻ്റെ പേരിൽ ആ പ്രതിയെ വിട്ടുപോയി. അപ്പം CBI ഉദ്യോഗസ്ഥർ ഇനിയെങ്കിലും മൊഴി എഴുതുമ്പോൾ ഡേറ്റൊക്കെ ഒന്ന് വായിച്ച് നോക്കി വന്നോ എന്ന് നോക്കി എഴുതുന്നത് നല്ലതായിരിക്കും. എന്തായാലും ഭാഗ്യത്തിന് ഈ രണ്ടുപേരെ ശിക്ഷിക്കുന്നതിനാവശ്യമായ തെളിവുകൾ കോടതി വന്നു. അത് ദൈവത്തിന് നന്ദി പറയുന്നു. ഇനി രണ്ടാം പ്രതിയെ വിചാരണ കൂടാതെ വിട്ടപ്പോൾ അടയ്ക്കാരാജുവും രണ്ടാം പ്രതിയും കണ്ടിട്ടുണ്ട്, കോടതി കൊടുത്ത ഈ മൊഴിക്കകത്തുണ്ട്. അപ്പോൾ ആളെ വിട്ടപ്പം വിചാരണ നടത്താതെ ആ സാക്ഷി പറഞ്ഞത് ശരിയാണോ ഇല്ലയോ എന്ന് വ്യക്തത വരുത്താതെ വിടാൻ പാടില്ലായിരുന്നു. CBI കോടതി നേരത്തെ ഇതിനു മുമ്പ് വരുന്ന നാസർ എന്ന് പറഞ്ഞ ജഡ്ജി 2018 മാർച്ച് 7 രണ്ടാം പ്രതിയെ വിട്ടത് തെറ്റായിപ്പോയെന്ന് ഇപ്പം തെളിഞ്ഞിരിക്കുകയാണ്. അപ്പീൽ ഹൈക്കോടതി ഞാൻ കൊടുത്തപ്പോൾ പ്രോസിക്യൂഷനാണ് CBI ആണ് അപ്പീൽ ഫയൽ ചെയ്യേണ്ടത്, അതുകൊണ്ട് ജോമോൻ പുത്തൻപുരയ്ക്കലിൻ്റെ ഹർജി തള്ളുന്നു എന്ന് പറഞ്ഞപ്പോൾ CBI അപ്പീൽ ഫയൽ ചെയ്തപ്പോൾ CBI ഫയൽ ചെയ്ത അപ്പീൽ വാദം അതിൻ്റെ മെറിറ്റിലേക്ക് പോകാതെ രണ്ടാം പ്രതിയെ വിട്ടതിനെതിരെ പൂത്രയ്ക്ക് വിട്ടതിനെതിരെ കൊടുത്തപ്പോൾ എൻ്റെ ഹർജി തള്ളിയതുകൊണ്ട് CBIയുടെ ഹർജിയും തള്ളുന്നു. എന്ത് ന്യായമാണ്? അപ്പം മെറിറ്റിലാണോ? രണ്ടാം പ്രതി രാത്രി 11 മണിക്ക് മതിലയാടി ഗവൺമെൻറ്റിൻ്റെ കിണറ്റിൽ കൂടെ പോയത് എന്തിനാണ്? വേദപാഠം പഠിപ്പിക്കാനാണോ അതോ പള്ളി കുർബാനയെല്ലാം പോയാണോ? അല്ലല്ലോ, സ്ത്രീകൾ മാത്തിക്കുന്നതിൽ പോയത് അനാശാസ്യം നടത്താനല്ലേ. എന്നിട്ട് പുള്ളി വളരെ ഏഷ്യാഡിൽ പങ്കെടുത്തിട്ട് ട്രോഫി കിട്ടിയ പോലെയാണ് ഞാൻ നിരപരാധിയാണ്, ഞാൻ ഇന്നസെൻ്റ് ആണെന്ന് പ്രൂവ് ചെയ്യുന്നത്. അവിടെ നാർക്കോ അനാലിസിസ് ടെസ്റ്റിലും ഈ രണ്ടാം പ്രതി അവിടെ ഉണ്ടെന്ന് തെളിഞ്ഞിട്ടുള്ളതാണ്, നമ്മൾ കണ്ടിട്ടുള്ളതാണ്. അപ്പോൾ ഹൈക്കോടതിയിൽ CBIയുടെ ഹർജി തള്ളിയത് നിയമവിരുദ്ധമായാണ്, സാങ്കേതികം പറഞ്ഞതാണ്, അത് ശരിയല്ല. പ്രോസിക്യൂഷൻ കൊടുക്കുമ്പോൾ എൻ്റെ ജോമോൻ കൊടുത്ത ഹർജി തള്ളുന്നു, ജോമോൻ കൊടുത്ത ഹർജി കൊടുക്കും CBI കൊടുക്കാത്തതുകൊണ്ട് തള്ളുന്നു പറഞ്ഞാൽ എന്ത് നീതീകരണമാണ്? അതിനെതിരെ CBI കേന്ദ്ര ഗവൺമെൻറ് പേഴ്സണൽ മന്ത്രാലയത്തിൻ്റെ അനുമതി വാങ്ങിച്ച് സുപ്രീം കോടതിയിൽ ഉടനെ ഫയൽ ചെയ്യുന്നു. CBI കോടതിയിൽ ഈ വാദം പൂർത്തിയാകുന്ന പ്രോസിക്യൂട്ടർ പറഞ്ഞിട്ടുണ്ട്, നവാസ് പറഞ്ഞിരുന്നു. അതെ, വർഗീസ് പി തോമസ് പങ്കുവെക്കുകയും ചെയ്തു.